UN സുരക്ഷാ സമിതിയിൽ ന്യൂയോർക്കിൽ വെച്ച് ഇന്ന് നടന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ലോകരാഷ്ട്രീയത്തിൽ ഇതുവരെ എഴുതപ്പെടാതിരുന്ന ഒരു നിയമമുണ്ടായിരുന്നു. അമേരിക്കൻ ഭരണകൂടം ഒരു നിലപാടെടുത്താൽ, പ്രത്യേകിച്ചും നമ്മുടെ സഖ്യകക്ഷികൾ ആരും തന്നെ, ഇനിയും സഖ്യകക്ഷികളല്ലെങ്കിൽ പോലും അതിനെ പരസ്യമായി എതിർക്കാറില്ല. കാരണം അത് നയതന്ത്രപരമായ ഒരു ആത്മഹത്യയാണ്. അമേരിക്കൻ ഭരണകൂടത്തെ എതിർക്കുക എന്നതിനർത്ഥം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നതാണ്. എന്നാൽ ഇന്ന് 2026 ജൂലൈ 27 ആ നിയമം തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നു. അതും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ ഹൃദയഭാഗത്ത് വെച്ച്. കാരണം ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന്, അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ആ പഴയ അധികാരം ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ അവിടെ കണ്ടത്. വിഷയം ഉക്രൈൻ പ്രതിസന്ധിയാണ്. ഫ്രഞ്ച് പ്രതിനിധി സംസാരിക്കുവാൻ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് വളരെ നാടകീയമായി അമേരിക്കയുടെ പ്രതിനിധികൾ ഒന്നടങ്കം എഴുന്നേറ്റ് വാക്കൗട്ട് നടത്തുകയാണ് ചെയ്തത്. ദീർഘകാല സഖ്യകക്ഷികളായ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ഒരു വിള്ളൽ എന്തിനായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ഈ ഇറങ്ങിപ്പോക്ക്? ഈ വലിയ പൊട്ടിത്തെറിയുടെ തുടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വോൾക്കർ ടർക്ക് എന്ന ഒരു വ്യക്തിയിലാണ്. അദ്ദേഹം UN മനുഷ്യാവകാശ മേധാവിയാണ്. അദ്ദേഹത്തിന് 4 വർഷം കൂടി കാലാവധി നീട്ടി നൽകുന്നതിനെ ട്രംപ് ശക്തമായി എതിർത്തു. കാരണം ഗസയിലെ നിലപാടുകളെയും ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങളെയും ടർക്ക് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അവരുടെ കണ്ണിൽ ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രേരിതമായ ജൽപ്പനങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ നമ്മുടെ അമേരിക്കയ്ക്ക് വലിയ ഒരു തിരിച്ചടിയാണ് ഏറ്റത്. 144 രാജ്യങ്ങൾ ടർക്കിനെ അനുകൂലിച്ചുകൊണ്ടും നിന്നു. ട്രംപ് അമേരിക്കയ്ക്കൊപ്പം നിന്നത് ഇസ്രായേൽ അടക്കം വെറും 10 രാജ്യങ്ങൾ മാത്രമാണ്. വോട്ടെടുപ്പിന് ശേഷം ഫ്രാൻസ് തൊടുത്തത് വലിയൊരു നയതന്ത്ര മിസൈലാണ്. ഫ്രാൻസിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ വന്ന വരികൾ ആക്ച്വലി ഒരു ഹോളിവുഡ് പൊളിറ്റിക്കൽ ത്രില്ലറിനെ വെല്ലുന്ന തരത്തിലുള്ളതായിരുന്നു. അമേരിക്ക ഇനി മനുഷ്യാവകാശങ്ങളുടെ വിളക്കുമരമല്ല. വടക്കൻ കൊറിയയ്ക്കും റഷ്യയ്ക്കുമൊപ്പം അവർ ഇന്ന് ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അവിടെ ആ സന്ദേശം വന്നത്. ഇത് കേട്ട് യുഎനിലിരിക്കുന്ന പ്രതിനിധികൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ ഡെപ്യൂട്ടി അംബാസഡർ ഡാൻ നെഗ്രിയ തിരിച്ചടിച്ചു, വളരെ ശക്തമായി തിരിച്ചടിച്ചു. ഇത് കപടമായ ധാർമ്മിക രോഷമാണ്. നിങ്ങളുടെ ഈ അഹന്ത നിറഞ്ഞ, പുച്ഛം നിറഞ്ഞ ഉപദേശങ്ങൾ കേട്ടു നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യം അപകടത്തിലായിരുന്നപ്പോഴൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ അമേരിക്ക ഒപ്പം നിന്നിട്ടുണ്ട്. ആ നന്ദികേടാണ് നിങ്ങൾ, ആ രാജ്യത്തോടാണ് ഒരു നന്ദികേടാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുമൊരു മനുഷ്യാവകാശ പ്രശ്നത്തിൻ്റെയോ വോട്ടെടുപ്പിൻ്റെയോ മാത്രം കാര്യമല്ല. ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. ട്രംപ് ഭരണകൂടത്തെ ഇനി പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നന്നായിട്ടറിയാം. നാറ്റോയുമായുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ താല്പര്യക്കുറവ് യൂറോപ്പിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പിന് സ്വന്തമായി ഒരു സൈനിക ശക്തിയും ആണവ സുരക്ഷാ കവചവും വേണമെന്ന് ഫ്രാൻസ് വാശി പിടിക്കുന്നത്. സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ തന്ത്രപരമായ സ്വയംഭരണം, അതാണ് ഫ്രാൻസിൻ്റെ ലക്ഷ്യം. തങ്ങൾ ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വെറുമൊരു നിഴൽ മാത്രമല്ല എന്ന് തെളിയിക്കാനുള്ള ഫ്രാൻസിൻ്റെ ശ്രമമാണിത്. ഇതിൻ്റെ ക്ലൈമാക്സ് അമേരിക്കൻ സംഘം ഇറങ്ങിപ്പോയതിനു ശേഷം ഫ്രാൻസിൻ്റെ അംബാസഡർ ജെറോം ബോണഫോണ്ട് നൽകിയ മറുപടിയിലാണ്. അദ്ദേഹം ഒട്ടും കോപിക്കാതെ വളരെ മൂർച്ചയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ 250-ാം വാർഷിക ആഘോഷങ്ങളിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഫ്രാൻസ് പങ്കുചേർന്നിരുന്നു. അത് മറക്കരുത്. ഈ രാജ്യത്തിന്, അമേരിക്കയ്ക്ക്, അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്തിന് ആ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ ഫ്രാൻസ് വഹിച്ച ചരിത്രപരമായ പങ്കും ഒട്ടും ചെറുതല്ല. നിങ്ങളുടെ അടിത്തറയിൽ തന്നെ ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഒരു മറുപടി നൽകിയത്. എന്നെ സംബന്ധിച്ച് ഇതൊരു സാധാരണ മറുപടിയല്ല. ട്രംപ് ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല എന്ന ഫ്രാൻസിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമായിരുന്നു അത്. ലോകക്രമം മാറുകയാണ്. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഭരണകൂടത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ ഇപ്പോൾ ട്രംപ് കാരണം വിള്ളൽ വീണു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഫ്രാൻസ് പറഞ്ഞത് നാളെ ലോകം മുഴുവൻ ഏറ്റെടുത്തേക്കാം. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ വടംവലി വരും നാളുകളിൽ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.